ഇന്തോനേഷ്യയില് എല്ലാവരും ഭയക്കുന്ന വളരെ ശക്തനായിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ ലീ എന്നാണ്. പോലീസും പട്ടാളവും തലകുത്തി നിന്നിട്ട് പോലും അദ്ദേഹത്തെ പിടിക്കാനേ സാധിച്ചിട്ടില്ല. കാരണം അത്രയും ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഫൈറ്റേഴ്സും ഷൂട്ടേഴ്സുമാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളത്. എന്നാൽ ഇന്തോനേഷ്യൻ പോലീസ് അദ്ദേഹത്തെ പിടിക്കാനായി ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തു. മിസ്റ്റർ ലീ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാനായി തനിച്ചാണ് പോകാറുള്ളത്. അത് മനസ്സിലാക്കി ഇന്തോനേഷ്യൻ പോലീസ് അദ്ദേഹത്തെ പിടിക്കാനായി തക്കം നോക്കി നിന്നു. അവസാനം വർഷങ്ങൾക്ക് ശേഷം മിസ്റ്റർ ലീ എന്ന ഗാങ്സ്റ്ററിനെ പോലീസ് പിടിക്കുകയാണ്. മിസ്റ്റർ ലീ എന്ന ക്രൂരനായ ഗാങ്സ്റ്റർ ഇപ്പോൾ ഇന്തോനേഷ്യൻ ജയിലിലാണ്. മിസ്റ്റർ ലീയെ ജയിലിൽ കാണാനായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഓഫീസർ എത്തി. എന്നിട്ട് സെല്ലിൽ കിടക്കുന്ന മിസ്റ്റർ ലീയോട് ഓഫീസർ പറയാണ്, നീ എന്താണ് കരുതിയത്? നീ കാലാകാലം പുറത്ത് വിലസി നടക്കുമെന്നോ? ഇനി മുതൽ നീ എന്റെ കൺട്രോളിലാണ്. നീ ചെയ്ത എല്ലാ കുറ്റങ്ങൾക്കും നീ ഈ ജയിലിൽ കിടന്ന് അനുഭവിക്കും. അപ്പോൾ മിസ്റ്റർ ലീ ചിരിച്ചുകൊണ്ട് വളരെ ലാഘവത്തോടെ ഓഫീസറിനോട് പറയാണ്, സാറേ, എന്റെയും സാറിന്റെയും നടുക്ക് ഒരു വാതിലുണ്ട്. സാറിന്റെ വിചാരം ഞാനാണ് ഇപ്പോൾ സെല്ലിന്റെ അകത്ത് ലോക്ക് ആയിട്ടുള്ളത് എന്നാണ്. എന്നാൽ നിങ്ങളാണ് എന്റെ മുന്നിൽ ലോക്ക് ആയിട്ടുള്ളത്. അപ്പോൾ മിസ്റ്റർ ലീ ഇത് പറഞ്ഞപ്പോൾ ഓഫീസേഴ്സിന് എല്ലാവർക്കും കൺഫ്യൂഷനായി. ഇങ്ങേര് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. സോ ഈ സമയം അവിടെ ഒരു ജയിൽ പുള്ളി തറ തുടക്കുന്നത് കാണാം. അവൻ പെട്ടെന്ന് കത്തിയെടുത്ത് ഒരു ജയിലറിനെ കുത്തിക്കൊല്ലുകയും അദ്ദേഹത്തിന്റെ തോക്കെടുത്ത് മറ്റു ജയിലേഴ്സിനെ എല്ലാവരെയും വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഓഫീസേഴ്സിന്റെ കൈവശമുള്ള തോക്ക് മിസ്റ്റർ ലീ പുറത്തേക്ക് കൈയിട്ട് അകത്തേക്ക് എടുക്കുന്നുണ്ട്. അദ്ദേഹം തോക്ക് കൊണ്ട് പൂട്ട് തകർത്ത് പുറത്തു വന്നു. എന്നിട്ട് തന്നെ അപമാനിച്ച, തന്നെ അറസ്റ്റ് ചെയ്ത ഓഫീസറിനെ വെടിവെച്ചിട്ടല്ല മിസ്റ്റർ ലീ കൊന്നത്. അദ്ദേഹം തോക്ക് താഴെ വെച്ചു. എന്നിട്ട് തന്റെ രണ്ട് സ്വന്തം കൈകൾ കൊണ്ട് മിസ്റ്റർ ലീ ആ ഓഫീസറിനെ ക്രൂരമായി കൊന്നു കളയുകയാണ്. അതിനുശേഷം അവിടെയുള്ള എല്ലാ ജയിൽ പുള്ളികളെയും മിസ്റ്റർ ലീ തുറന്നു വിട്ടു. അവർക്കൊക്കെ മിസ്റ്റർ ലീ പോലീസിന്റെ ആയുധങ്ങൾ അഥവാ തോക്കുകൾ കൊടുത്തു. ആ ജയിൽ പുള്ളികൾ എല്ലാവരും തോക്കുമായി അവരെ തടയാനായി വരുന്ന ജയിലേഴ്സിനെയും ഓഫീസേഴ്സിനെയും കൊല്ലാനായി പോവുകയാണ്. അങ്ങനെ അവിടെ വലിയ ഒരു ഷൂട്ട് ഔട്ട് നടന്നു. ആ ഷൂട്ട് ഔട്ടിൽ ആ ജയിലിലെ സകല ജയിലേഴ്സും കൊല്ലപ്പെട്ടു. അതേപോലെ ജയിൽ പുള്ളികളും മിസ്റ്റർ ലീക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയുകയാണ്. മിസ്റ്റർ ലീ വളരെ കൂളായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയാണ്. അപ്പോൾ ഈ ഗാങ്സ്റ്ററിനെ എല്ലാവർക്കും ഭയമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാൽ ധൈര്യശാലിയായ ധീരനായ ഒരുത്തനുണ്ട്. അവനാണ് നമ്മുടെ കഥാനായകൻ. ഒരു ദിവസം റോമിളി എന്ന് പേരുള്ള ഒരു മീൻപിടുത്തക്കാരന് കരയിൽ സാരമായി പരിക്കേറ്റ ഒരാളെ കാണുകയാണ്. അപ്പോൾ പരിക്കേറ്റ് ബോധമില്ലാതെ കിടക്കുന്ന അദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ. നല്ല മനസ്സുള്ള റോമിളി ഹീറോനെ ആശുപത്രിയിൽ എത്തിച്ചു. 2 മാസമായി ഹീറോ ആശുപത്രിയിൽ കിടക്കുന്നു. 2 മാസമായിട്ട് പോലും ഇതുവരെ അദ്ദേഹത്തിന് ബോധം വന്നിട്ടില്ല. അയലിൽ നിന്ന് ഈ ഡോക്ടറാണ് ഹീറോനെ ചികിത്സിക്കുന്നത്. എന്നാൽ ഹീറോന്റെ പേരെന്താണ്, നാട് എവിടെയാണ് എന്നൊന്നും ആർക്കും അറിയത്തില്ല. പക്ഷെ ഡോക്യുമെന്റ്സിൽ എന്തായാലും പേഷ്യന്റിന്റെ പേര് എൻ്റർ ചെയ്യണം. അതുകൊണ്ട് അയലിന് ഹീറോന്റെ പേര് ഇസ്മായിൽ എന്നാണ് കൊടുത്തത്. സോ ഇവിടെ 2 മാസത്തിനു ശേഷം ഹീറോ പെട്ടെന്ന് എന്തൊക്കെയോ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. എന്നാൽ ഹീറോക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. തന്റെ പേര് എന്താണ് എന്ന് പോലും അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം താഴെ വീഴുകയാണ്. പെട്ടെന്ന് അയലിൻ ഓടി വന്നു. എന്നിട്ട് പുള്ളിക്കാരി ഹീറോനെ ചെക്കപ്പ് ചെയ്യുകയാണ്. അയലിൻ ഹീറോനോട് 2 മാസമായി താങ്കൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്നു. താങ്കളുടെ റിലേറ്റീവ്സ്, ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോക്കാണെങ്കിൽ ഒന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. താങ്കളുടെ പേര് എന്താണ് എന്ന് അയലിൻ ചോദിച്ചപ്പോൾ അവിടെ പേഷ്യന്റ് ഡീറ്റെയിൽസിൽ ഇസ്മായിൽ എന്ന പേര് ഹീറോ കണ്ടു. അങ്ങനെ ഡോക്ടറിനോട് ഇസ്മായിൽ എന്ന് ഹീറോ പറയുകയാണ്. എന്നാൽ അത് അയലിൻ തന്നെ ചുമ്മാ ഇട്ട ഒരു പേരാണ്. ഡോക്ടറിന് മനസ്സിലായി ഹീറോക്ക് ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല എന്ന്. അങ്ങനെ അയലിൻ ആണെങ്കിൽ ഹീറോന്റെ ഫുൾ ബോഡി എക്സ്റേ എടുക്കുകയാണ്. അതിൽ ഹീറോന്റെ തലച്ചോറിൽ ചെറിയ പ്രശ്നമുള്ളതായി അയലിൻ കണ്ടെത്തി. അതായത് കഴിഞ്ഞ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഇപ്പോൾ ഓർമ്മയില്ല എന്ന് ഡോക്ടർ അയലിന് മനസ്സിലായി. ഹീറോന്റെ കണ്ടീഷനെ കുറിച്ചൊക്കെ അയലിൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. താൻ ആരാണ്, താൻ എവിടുന്നാണ് വരുന്നത് എന്നൊക്കെ ഹീറോ ഓർത്തെടുക്കാനായി പല തവണ ശ്രമിച്ചെങ്കിലും ഒന്നും വ്യക്തമായി ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അയലിൻ ഇസ്മായിലിനെ കൂട്ടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിച്ച് റോമിളി എന്ന ആളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇസ്മായിലിന് ഇപ്പോൾ താൻ ആരാണ് എന്ന് അറിയാത്തത് കൊണ്ട് നല്ല സങ്കടമുണ്ട്. എന്നാൽ അപ്പോഴൊക്കെ ഡോക്ടർ അയലിൻ ഇസ്മായിലിനെ സപ്പോർട്ട് ചെയ്യും. അതായത് ഡോക്ടറും ഇസ്മായിലും നല്ല സുഹൃത്തുക്കളായി. ഇവിടെ മിസ്റ്റർ ലീ എന്ന ഗാങ്സ്റ്ററിനെ ബിസിനസ്സിൽ ചതിച്ച ഒരു ഗാങ്ങിനെ കാണാനായി മിസ്റ്റർ ലീ എത്തി. മിസ്റ്റർ ലീയുടെ കൂടെ ഒരു സ്ത്രീയെ കാണാം. പുള്ളിക്കാരിയുടെ പേര് റീക്ക എന്നാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഗുണ്ടകളുണ്ട്. അവരുടെയൊക്കെ കൈവശം ആയുധങ്ങളുമുണ്ട്. അവരെ കാണാനായി ഗാങ്സ്റ്റർ ലീ ഒരു സ്ത്രീയുടെ കൂടെ തനിച്ചാണ് വന്നത്. ആ ഗാങ് ലീഡറിനോട് മിസ്റ്റർ ലീ വളരെ കൂളായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ആ ഗാങ് ലീഡർ മിസ്റ്റർ ലിയോട് പറയാണ്, വളച്ചുകെട്ടില്ലാതെ ഞാൻ
കാര്യങ്ങൾ തുറന്നു പറയാം. നിങ്ങളെക്കാൾ നല്ല ഓഫറിൽ എനിക്ക് പുറത്തുനിന്ന് ബിസിനസ് കിട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ബിസിനസ്സിൽ ലാഭമാണല്ലോ വേണ്ടത്. താങ്കൾ എന്തായാലും ഇവിടെ വരാൻ കാണിച്ച ധൈര്യം ഞാൻ സമ്മതിച്ചു. എന്റെ ഇത്രയും പിള്ളേർ ഇവിടെ നിൽക്കുമ്പോൾ തനിക്ക് ഞങ്ങളെ എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ റീക്ക എന്ന സ്ത്രീ തന്റെ മാസ്ക് താഴ്ത്തിയിട്ട് ആ ഗ്യാങ് ലീഡറിനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് ഒരു അടിപൊളി ഫൈറ്റ് സീനാണ്. അതായത് ആ ഗുണ്ടകളെ എല്ലാവരും റീക്ക എന്ന സ്ത്രീ ഫൈറ്റ് ചെയ്യുകയാണ്. ഫൈറ്റ് ചെയ്യുക മാത്രമല്ല, അവരെയൊക്കെ പുള്ളിക്കാരി കൊന്നു കളയുന്നുമുണ്ട്. അതായത് വളരെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള, ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള സ്ത്രീയാണ് റീക്ക. സോ റീക്ക എല്ലാവരും കൊന്നു കഴിഞ്ഞതിനു ശേഷം ആ ഗ്യാങ് ലീഡർ കാണാതെ തോക്കെടുക്കുകയാണ് മിസ്റ്റർ ലിയെ വെടിവെച്ച് കൊല്ലാൻ. എന്നാൽ മിസ്റ്റർ ലിയുടെ അടുത്ത് അവന്റെ ഒരു അടവും നടക്കില്ല. അദ്ദേഹം തോക്ക് ബ്ലോക്ക് ചെയ്യുകയും തന്റെ കൈ കൊണ്ട് ആ ഗ്യാങ് ലീഡറിനെ കഴുത്ത് ഞെരിച്ച് വളരെ നിസ്സാരമായിട്ട് കൊന്നു കളയുകയും ചെയ്തു. ആ ഗ്യാങ് ലീഡറിന്റെ വലം കൈയാണ് ബോണ്ടി എന്ന ഇവൻ. അവന് മിസ്റ്റർ ലിയോട് കരഞ്ഞു പറയാണ്, പ്ലീസ് എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാം. എന്നാൽ അതൊന്നും കേൾക്കാതെ മിസ്റ്റർ ലി അവനെ വെടിവെച്ച് കൊല്ലാനായി പോകുമ്പോൾ അവൻ ഒരു കാര്യം പറയുകയാണ്. അതായത് അന്ന് താങ്കൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ആ ദിവസം ഒരു മീൻപിടുത്തക്കാരന് ബീച്ചിൽ നിന്ന് ഒരാളെ കിട്ടി. അദ്ദേഹം അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുമുണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ മിസ്റ്റർ ലിയും റീക്കയും ഷോക്കായി. അവർക്ക് ബോണ്ടി പറയുന്ന കാര്യം വിശ്വസിക്കാനാവുന്നില്ല. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്ക്, എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ ആണ് ഇത്. ഇത് 100% സത്യമാണ്. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ താങ്കൾ വേണമെങ്കിൽ എന്നെ കൊന്നോളൂ എന്നൊക്കെ ബോണ്ടി മിസ്റ്റർ ലിയോട് കരഞ്ഞു പറയുകയാണ്. അപ്പോൾ മിസ്റ്റർ ലി ബോണ്ടിയുടെ ചെവിയിൽ ഷൂട്ട് ചെയ്തിട്ട്, നീ ഇനി ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവനെ പിടിച്ച് എന്റെ അടുത്ത് എത്തിക്കണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയും എന്ന് പറയുകയാണ്. സോ നമ്മുടെ ഹീറോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി അദ്ദേഹം ഇപ്പോൾ റോംലിയുടെ കൂടെ അദ്ദേഹത്തിന്റെ സഹായിയായിട്ട് മീൻ പിടിക്കാൻ കൂടി. ഇവിടെ ചെവിക്ക് വെടിയേറ്റ ബോണ്ടി ചികിത്സക്കായി ആ ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ ഐലിനാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്നത്. എന്നാൽ ബോണ്ടി വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതൊക്കെ. നിങ്ങൾക്ക് ബീച്ചിൽ നിന്ന് മരിക്കാനായ ഒരുത്തനെ കിട്ടി എന്ന് കേട്ടല്ലോ, അവൻ ഇപ്പോൾ എവിടെയുണ്ട് എന്നൊക്കെ ബോണ്ടി അയലിനോട് ചോദിച്ചപ്പോൾ അയലിന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് എന്ന്. പുള്ളിക്കാരി പറഞ്ഞത്, ഞാൻ ഡെയിലി ഒരുപാട് പേഷ്യൻസിനെ കാണുന്നതാ, അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ആരെക്കുറിച്ചാണ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ബോണ്ടി അയലിനോട് വളരെ മോശമായിട്ട് പെരുമാറുകയാണ്. എന്നാൽ ആ സമയം നമ്മുടെ ഹീറോ അവിടെ എത്തി. എന്നിട്ട് ബോണ്ടിയുടെ കൈ പിടിച്ചു തിരിച്ചു. ശേഷം അയലിനോട് നീ ഓക്കെ അല്ലേ എന്നൊക്കെ ഹീറോ ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ അവിടെയുള്ള ഒരു മരുന്ന് കുപ്പിയെടുത്ത് ബോണ്ടി ഹീറോന്റെ തലക്കിട്ടടിച്ചു. അപ്പോൾ ഹീറോ ഭയങ്കര വയലന്റ് ആയി. ദേഷ്യത്തോടെ ബോണ്ടിയെ കൊല്ലാൻ വേണ്ടി അവന്റെ കഴുത്ത് പിടിച്ചു ഞെരിക്കുകയാണ്. എന്നാൽ ബോണ്ടി തോക്കെടുത്തപ്പോൾ ഹീറോ വളരെ നിസ്സാരമായിട്ട് ആ തോക്ക് ഡിസ്അസംബിൾ ചെയ്തു. പെട്ടെന്ന് ഹീറോക്ക് പണ്ടത്തെ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഹീറോ ബോണ്ടിയുടെ കഴുത്ത് വിട്ടു. ബോണ്ടിക്ക് മനസ്സിലായി ഇവൻ ആൾ നിസ്സാരക്കാരനല്ല എന്ന്. അവൻ പേടിച്ചിട്ട് അപ്പോൾ തന്നെ അവിടുന്ന് സ്ഥലം വിട്ടു. അന്ന് രാത്രി ഇസ്മായിലും അയലിനും സംസാരിക്കുകയാണ്. അയലിൻ ഇസ്മായിലിനോട് പറയാണ്, ഇന്ന് ഹോസ്പിറ്റലിൽ വന്നവൻ ഒരു ക്രിമിനൽ റെക്കോർഡ് ഉള്ളവനാണ്. അപ്പോൾ അവൻ നിന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നീ എന്തോ വലിയ പ്രശ്നത്തിലാണ്. അടുത്ത ദിവസം അയലിൻ ജക്കാർട്ടയിലേക്ക് ജോലി കിട്ടിയിട്ട് പോകാൻ ഇരിക്കുകയാണ്. പുള്ളിക്കാരി അവിടത്തേക്ക് ഇസ്മായിലിനെ കൂടി ക്ഷണിക്കുകയാണ്. അവിടെ ആവുമ്പോൾ നിനക്ക് കുറച്ചും കൂടി നല്ല ചികിത്സ കിട്ടും, അതേപോലെ നിന്നെ നോക്കാൻ ഞാനും ഉണ്ടല്ലോ എന്നൊക്കെ അയലിൻ പറയുകയാണ്. അപ്പോൾ ഇസ്മായിൽ പറയാണ്, എന്റെ ജീവിതത്തിൽ, എന്റെ പാസ്റ്റില് ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തതുപോലെ എന്റെ മനസ്സ് പറയുന്നു. ഞാൻ ഒരു വൃത്തികെട്ടവനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ എനിക്കാണെങ്കിൽ ഒന്നും ഓർമ്മയുമില്ല. അപ്പോൾ അയലിൻ ഇസ്മായിലിനെ കെട്ടിപ്പിടിച്ചിട്ട്, നീ മുന്നേ നല്ലവനായാലും കെട്ടവനായാലും ഇപ്പോൾ നീ എന്റെ ഇസ്മായിലാണ്. എന്ത് വന്നാലും നിന്നെ ഞാൻ വിട്ടു പോകത്തില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവര് രണ്ടുപേരും ഇഷ്ടത്തിലായി. അടുത്ത ദിവസം, അപ്പോൾ ഇന്നാണ് അയലിൻ ജക്കാർട്ടയിലേക്ക് പോകുന്നത്. പുള്ളിക്കാരിയുടെ കൂടെ ബസ് സ്റ്റോപ്പിൽ ഇസ്മായിലും ഉണ്ട്. എന്നാൽ അവിടെ ബോണ്ടി രണ്ട് ഗുണ്ടകളെ കൂട്ടി അവരെ ദൂരെ നിന്ന് നോക്കുന്നത് കാണാം. മിസ്റ്റർ ലിയുടെ സൈക്കോ കില്ലേഴ്സ് ആയിട്ടുള്ള രണ്ട് ഗുണ്ടകളാണ് ഇവന്മാര്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, ഇവന്മാര് വണ്ടി നിർത്തിയിട്ട് തൊട്ടു മുന്നിലായിട്ട് ഒരു വാൻ വന്ന് നിർത്തി. ഈ സമയം ബസ് വിട്ടു. അങ്ങനെ അവന്മാര് ആ ബസ്സിന്റെ പിന്നാലെ പോവുകയാണ്. സോ അയലിന്റെ കൂടെ ഹീറോ ജക്കാർട്ടയിലേക്ക് പോകുന്നില്ല. അയലിൻ തനിച്ചാണ് പോകുന്നത്. ആ ഗുണ്ടകൾ ആ ബസ്സിന്റെ മുന്നിൽ പോയി ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് ആ രണ്ട് സൈക്കോ കില്ലേഴ്സ് ബസ് ഡ്രൈവറിനെ തുരുതുരാ വെടിവെച്ച് കൊന്നു കളയുകയാണ്. എന്നിട്ട് ഹീറോനെ അന്വേഷിച്ചിട്ട് അവന്മാര് ബസ്സിൽ കയറി. ബസ്സിൽ കയറിയിട്ട് അവര് അബ്ദി അബ്ദി എന്ന് പേരാണ് വിളിക്കുന്നത്. അവർക്ക് മനസ്സിലായി അവര് അന്വേഷിക്കുന്ന ആള് ഈ ബസ്സിൽ ഇല്ല എന്ന്. എന്നാ പിന്നെ അവന്മാർക്ക് പൊക്കൂടെ. അവര് ചെയ്തത് എന്തെന്ന് വെച്ചാൽ, ആ ബസ്സിലുള്ള നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ എല്ലാവരും വെടിവെച്ച്
വെച്ച് കൊല്ലുകയാണ്. ഈ സമയം ഐലൻ ഹീറോനെ കോൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ പുള്ളിക്കാരിക്ക് ഒന്നും സംസാരിക്കാനേ കഴിഞ്ഞിട്ടില്ല. എന്നാൽ വെടിയൊച്ച കേട്ട ഹീറോക്ക് മനസ്സിലായി ഐലൻ അപകടത്തിലാണ് എന്ന്. ഐലനും ഒരു കൊച്ചു പെൺകുട്ടിയും ബാക്ക് സീറ്റിലായതുകൊണ്ട് അവർക്ക് വെടിയേറ്റിട്ടില്ല. ഐലൻ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ സൈക്കോ ആ കൊച്ചു പെൺകുട്ടിയെ വെടിവെച്ച് കൊല്ലാനായി പോവുകയാണ്. അപ്പോൾ ഐലൻ എഴുന്നേറ്റിട്ട് പ്ലീസ് ആ കുട്ടിയെ കൊല്ലരുത് എന്ന് പറയുകയാണ്. ബോണ്ടി അപ്പോൾ ഐലനെ തല്ലിയിട്ട് അബ്ദി എവിടെ എന്ന് ചോദിക്കുകയാണ്. അബ്ദിയോ അത് ആരാണ് എന്ന് എനിക്കറിയത്തില്ല എന്ന് ഐലൻ അവരോട് പറയുകയാണ്. ഇവിടെ ഹീറോ റോമലിന്റെ കൂടെ ബസിന്റെ അടുത്തെത്തി. ഹീറോ ബസ്സിൽ നോക്കിയപ്പോൾ കാണുന്നത് ദാരുണമായ കാഴ്ചയാണ്. ഒരാൾ പോലും ജീവനോടെയില്ല. എല്ലാവരും ക്രൂരമായി കൊന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹീറോ ബസ്സിൽ കയറി ഐലനെ അന്വേഷിച്ചപ്പോൾ ഐലനെ കാണുന്നില്ല. പുള്ളിക്കാരിയെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് ഹീറോക്ക് മനസ്സിലായി. ഈ സമയം ആ ബസ് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനായി വേറെ ഗുണ്ടകൾ അവിടെ എത്തി. അപ്പോൾ അവരവിടെ ഹീറോനെ കാണുകയാണ്. ആ ഗുണ്ടകൾ ബസ്സിന്റെ അകത്ത് ഹീറോനെ കണ്ടപ്പോൾ അവര് ഹീറോനെ കൊല്ലാനായി ശ്രമിക്കുകയാണ്. എന്നാൽ അവന്മാരെയൊക്കെ ഹീറോ തിരിച്ചടിച്ചു. അവസാനം ഒരു ഗുണ്ട ഹീറോനെ കൊല്ലാനായി തോക്ക് ചൂണ്ടിയപ്പോൾ ഹീറോനെ രക്ഷിക്കാനായി റോമലി ആ ഗുണ്ടയുടെ പിന്നിൽ വന്ന് പിടിച്ചു വെക്കുകയാണ്. എന്നാൽ ആ ഗുണ്ട റോമലിയുടെ വയറ്റിൽ ഷൂട്ട് ചെയ്തു. അത് കണ്ട് ദേഷ്യം പിടിച്ച ഹീറോ ആ ഗുണ്ടയെ തല്ലിക്കൊല്ലുകയാണ്. ശേഷം ഹീറോ റോമലിയുടെ അടുത്തേക്ക് ഓടി വന്നു. എന്നാൽ അദ്ദേഹം ഹീറോന്റെ കയ്യിൽ കിടന്നു മരണപ്പെട്ടു. ഹീറോ ആകെ സങ്കടത്തിലായി. പക്ഷെ ഈ സമയം അവിടെ പോലീസ് എത്തുകയും ഹീറോന്റെ തല കടിച്ച് ബോധം കെടുത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, എനിക്ക് നിങ്ങളുടെ ചെറിയൊരു ഹെൽപ്പ് വേണം. നമ്മുടെ ചാനൽ വീഡിയോസ് കാണുന്ന വെറും 10% ആളുകൾ മാത്രമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കായി കൂടുതൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ അത് എനിക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. ഇനി നമ്മുടെ ഐലന് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഐലനെയും ആ കൊച്ചു പെൺകുട്ടിയും അവര് മിസ്റ്റർ ലീയുടെ സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടു വന്നിട്ടാണുള്ളത്. ബോണ്ടി മിസ്റ്റർ ലീയുടെ 2 സൈക്കോ കില്ലേഴ്സിനോട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയാണ്. അതായത് എന്തിനാണ് ഈ കൊച്ചുകുട്ടിയെ നിങ്ങൾ കൊണ്ടുവന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ അവന്റെ ചോദ്യങ്ങൾ കേട്ട് ദേഷ്യം പിടിച്ച സൈക്കോ ബോണ്ടിനെ തുരുതുര വെടിവെച്ച് കൊന്നുകളയുകയാണ്. ഐലനെയും ആ പെൺകുട്ടിയും അവര് ഒരു മുറിയിൽ അടച്ചുപൂട്ടി. സോ ഇവിടെ അറസ്റ്റിലായ ഹീറോനോട് ഓഫീസർ ആദ്യം തന്നെ എന്താണ് നിന്റെ പേര് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇസ്മായിൽ എന്ന് ഹീറോ പറഞ്ഞു. ഇന്ന് ബസ്സിൽ നടന്ന കൂട്ടക്കൊല എന്തിനാണ് നീ ചെയ്തത്? അപ്പോൾ ഹീറോ പറയാണ്, അത് ചെയ്തത് ഞാനല്ല, എന്റെ ഫ്രണ്ട് ഐലിൻ ഒരു ഡോക്ടറാണ്. പുള്ളിക്കാരി ആ ബസ്സിലാണ് യാത്ര ചെയ്തത്. ഞാൻ അവളെ രക്ഷിക്കാനാണ് അവിടെ എത്തിയത്. എന്നാൽ അവളെ അവര് തട്ടിക്കൊണ്ടുപോയി. സർ, എന്നെ നിങ്ങൾ റിലീസ് ചെയ്യണം, എനിക്ക് അവളെ രക്ഷിക്കണം. പക്ഷേ ഹീറോ പറയുന്ന കാര്യങ്ങളൊന്നും ആ ഓഫീസർ വിശ്വസിക്കാൻ തയ്യാറല്ല. ഓഫീസർ ഹീറോക്ക് മിസ്റ്റർ ലീയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇദ്ദേഹത്തെ നിനക്ക് അറിയുമോ, നീയും ഇദ്ദേഹവുമായി എന്താണ് ബന്ധം എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാള് ആരാണ് എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഹീറോ മറുപടി കൊടുത്തു. അപ്പോൾ മിസ്റ്റർ ലീ എന്ന ഗാങ്സ്റ്റർ ആരാണ്, അവൻ ചെയ്ത ക്രൈംസ് എന്താണ് എന്നൊക്കെ വിശദമായി ഓഫീസർ ഹീറോക്ക് പറഞ്ഞു കൊടുത്തു. ശരി, ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നത്? ഞാനും അങ്ങേരും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ഹീറോ പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ് എന്ന് ചോദിച്ചിട്ട് ഒരു ഫോട്ടോ ഓഫീസർ ഹീറോക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് മിസ്റ്റർ ലീയുടെ കൂടെ ഹീറോ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ്. അത് കണ്ടപ്പോൾ ഹീറോ ആകെ ഷോക്കായി. ഈ സമയം ആ സ്റ്റേഷനിലെ കറണ്ട് പോവുകയാണ്. അതായത് ആരോ ഓഫ് ചെയ്തതാണ്. അത് നോക്കാനായി ചെന്ന ആ ഓഫീസറിനെ ഒരു ഗുണ്ട കത്തിക്കൊണ്ട് ക്രൂരമായി കുത്തിക്കൊന്നു. അതിനുശേഷം ആ ഗുണ്ട ഹീറോനെ കൊല്ലാനായി വരികയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഉഗ്രൻ ഫൈറ്റ് സീനാണ്. ഹീറോ തന്നെ കൊല്ലാൻ വന്ന ആ ഗുണ്ടയെ തല്ലി തോൽപ്പിക്കുകയും എന്നിട്ട് അവന്റെ കത്തി കൊണ്ട് അവനെ തന്നെ ഹീറോ കുത്തിക്കൊല്ലുകയും ചെയ്തു. എന്നാൽ ഹീറോക്ക് മനസ്സിലായി ഇവൻ ഇവിടെ ഒറ്റക്കല്ല വന്നത്, ഇനിയും ഒരുപാട് പേര് തന്നെ അറ്റാക്ക് ചെയ്യാനായി വന്നിട്ടുണ്ട്. അങ്ങനെ അവരെയും ഹീറോ ഫൈറ്റ് ചെയ്ത് അവരുടെ തോക്ക് കൊണ്ട് തന്നെ അവരെയൊക്കെ ഹീറോ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു. പക്ഷെ അവസാനം ആ 2 സൈക്കോ കില്ലേഴ്സും അവിടെ എത്തി. അവരെത്തിയാൽ പിന്നെ ഒന്നും പറയണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കലൊന്നുമില്ല, തുരുതുര വെടിവെപ്പാണ്. അപ്പോൾ ഇവിടെയും എന്താണ് സംഭവിച്ചത് ചോദിക്കുകയാണെങ്കിൽ ആ 2 സൈക്കോ കില്ലേഴ്സുമായിട്ട് ഹീറോ ഫൈറ്റ് ചെയ്യുകയും അവസാനം അതിസാഹസികമായിട്ട് തന്നെ അവന്മാരെ 2 പേരും ഹീറോ കൊന്നു കളയുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഹീറോക്ക് താൻ പണ്ട് ആരായിരുന്നു, താൻ പണ്ട് എന്താണ് ചെയ്തത് എന്നൊക്കെ ഏകദേശം ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി വന്നിട്ടുണ്ട്. ഇവിടെ ഐലനെയും ആ കൊച്ചുകുട്ടിയും കാണാനായി മിസ്റ്റർ ലീ വന്നു. മിസ്റ്റർ ലീ തന്റെ ഫോൺ എടുത്ത് ആ സൈക്കോ കില്ലറിനെ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് എന്തായി, അവൻ തീർന്നോ എന്ന് ചോദിച്ചു. പക്ഷെ കോൾ എടുത്തത് നമ്മുടെ ഹീറോ ആണ്. ഞാൻ തന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, തന്നെ ഇല്ലാതെയാക്കാൻ എന്ന് ഹീറോ പറഞ്ഞപ്പോൾ മിസ്റ്റർ ലീ ഹീറോനോട് ചോദിക്കാണ്, സ്വന്തം അച്ഛനെ കൊല്ലാനൊക്കെ മോന് ധൈര്യമുണ്ടോ? അത് കേട്ടപ്പോൾ ഐലന് ഷോക്കായി. സോ ഹീറോന്റെ സ്വന്തം അച്ഛനാണ് മിസ്റ്റർ ലീ. എന്നാൽ അദ്ദേഹം ചെയ്ത പല തെറ്റുകൾ ഹീറോ എതിർത്തു. അങ്ങനെയാണ് ഹീറോനെ ക്രൂരമായി മർദ്ദിച്ച് അവര് കടലിലേക്ക് കളഞ്ഞത്. എന്നാൽ ഭാഗ്യമുള്ളത് കൊണ്ട് ഹീറോ മരണപ്പെട്ടിട്ടില്ല. നിന്നെ ഞാൻ കാത്തിരിക്കുകയാണ്, നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് മിസ്റ്റർ ലീ ഹീറോക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ഹീറോ ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഹീറോ ആ സ്ഥലത്ത് എത്താനായപ്പോൾ ഹീറോനെ
ഹീറോനെ കൊല്ലാനായി അവിടെ റീക്ക എത്തുകയാണ്. പുള്ളിക്കാരി ഹീറോനെ ഷൂട്ട് ചെയ്യാനായി ശ്രമിച്ചു. എന്നാൽ ഹീറോ തോക്ക് പിടിച്ചെടുത്ത് റീക്കയുടെ നേർക്ക് പോയിന്റ് ചെയ്തു. പക്ഷേ ഹീറോക്ക് ഒരിക്കലും റീക്കയെ കൊല്ലാൻ മനസ്സ് വരത്തില്ല. കാരണം റീക്കയും ഹീറോയും ചെറുപ്പം തൊട്ടേ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. അവർ ചെറുപ്പം തൊട്ടേ നല്ല സുഹൃത്തുക്കളാണ്. എനിക്ക് അയലിനെ കാണണം, നീ എന്നെ അവളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന് ഹീറോ പുള്ളിക്കാരിയോട് പറഞ്ഞപ്പോൾ റീക്കക്ക് കൂടുതൽ ദേഷ്യം വന്നു. കാരണം റീക്കക്ക് ഹീറോനെ ഇഷ്ടമാണ്. എന്നാൽ ഹീറോ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് മറ്റൊരു പെൺകുട്ടിയാണ്. ആ ദേഷ്യത്തില് ഹീറോ കാണാതെ റീക്ക തന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ച കത്തി കൊണ്ട് ഹീറോനെ അറ്റാക്ക് ചെയ്തു. ഹീറോന്റെ കയ്യിലുള്ള തോക്ക് തെറിച്ച് ദൂരെ പോയി. പിന്നീട് ഇവരുടെ രണ്ടുപേരുടെയും ഫൈറ്റ് ആണ്. ആ ഫൈറ്റില് റീക്കയാണെങ്കിൽ ഹീറോനെ കൊല്ലാൻ തന്നെയാണ് പുറപ്പാട്. എന്നാൽ റീക്കയെ കൊല്ലാൻ ഒരുപാട് അവസരം കിട്ടിയിട്ടും ഹീറോ പുള്ളിക്കാരിയെ കൊല്ലാതെ വിടുന്നുണ്ട്. പക്ഷെ അവസാനം റീക്ക തോക്കെടുത്ത് ഹീറോനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വേറെ വഴിയില്ലാതെ ഹീറോന്റെ കയ്യിലുള്ള കത്തി ഹീറോ റീക്കയുടെ നേർക്ക് എറിയുകയാണ്. ആ കത്തി റീക്കയുടെ വയറ്റിൽ കുത്തി കയറുകയാണ്. പെട്ടെന്ന് ഹീറോ റീക്കയെ തന്റെ മടിയിൽ കിടത്തുകയാണ്. അപ്പോൾ റീക്ക എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു മരണപ്പെടുകയാണ്. അപ്പോൾ തന്റെ ബാല്യകാല കൂട്ടുകാരി തന്റെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടതിൽ ഹീറോക്ക് നല്ല സങ്കടമുണ്ട്. സോ ഇവിടെ ഹീറോ മിസ്റ്റർ ലീയുടെ സ്ഥലത്ത് എത്തിയതായി കാണാം. ഇവിടെ അരുണിയും കൊച്ചുകുട്ടിയും പൂട്ടിയുടെ സെല്ലിലേക്ക് ഒരു ഗുണ്ട കയറി വരികയാണ്. അവന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, അവരെ രണ്ടുപേരും പീഡിപ്പിക്കുക എന്നതാണ്. അവന്റെ തോക്ക് അവിടെ വെച്ച് അവന് അയലിന്റെ ബെഡിലിട്ട് പീഡിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. ഈ ചെറിയ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് അയലിനാണ്. അതുകൊണ്ട് ആ കുട്ടി അയലിനെ രക്ഷിക്കാനായി അവിടെയുള്ള ഒരു പ്ലേറ്റ് എടുത്ത് ആ ഗുണ്ടയുടെ തലയിൽ അടിച്ചു പൊട്ടിച്ചു. അപ്പോൾ ദേഷ്യത്തോടെ ആ ഗുണ്ട ആ കുട്ടിയെ ഉപദ്രവിക്കാനായി പോകുമ്പോൾ പൊട്ടിയ പ്ലേറ്റിന്റെ കഷ്ണം എടുത്ത് അയലിൻ ആ ഗുണ്ടയുടെ പിന്നിൽ നിന്ന് കുത്തുകയാണ്. പക്ഷെ അവന് അയലിനെ പിടിച്ച് വലിച്ചെറിഞ്ഞു. അപ്പോൾ അയലിൻ അവന്റെ തോക്കെടുത്തു. പക്ഷെ ഗുണ്ടക്ക് ഉറപ്പാണ് അയലിന് വെടിവെക്കാൻ അറിയത്തില്ല, അതേപോലെ തോക്ക് ലോഡ് ചെയ്യാനും അറിയത്തില്ല എന്ന്. കത്തി കൊണ്ട് അവനെ കുത്തിക്കൊല്ലാനായി പോവുകയാണ്. എന്നാൽ അപ്പോൾ ആ കൊച്ചുകുട്ടി തോക്ക് ലോഡ് ചെയ്തു. അതിനുശേഷം അയലിനാണെങ്കിൽ തോക്ക് കൊണ്ട് തുരുതുരാ വെടിവെച്ച് ആ ഗുണ്ടയെ കൊന്നു കളഞ്ഞു. ശേഷം അയലിന് കുട്ടിയെ കൂട്ടി അവിടുന്ന് പുറത്തിറങ്ങി രക്ഷപ്പെടാനായി പോവുകയാണ്. അവിടെ അയലിനെ പിടിക്കാനായി വരുന്ന ഗുണ്ടകളെയൊക്കെ അയലിന് വെടിവെച്ച് കൊല്ലുന്നുണ്ട്. പക്ഷെ അയലിന്റെ കയ്യിലുള്ള തോക്കിലെ ബുള്ളറ്റ് തീർന്നു. പുള്ളിക്കാരി പേടിച്ച് അവിടെ ഒളിച്ചിരിക്കുകയാണ്. ഗുണ്ടകൾ അയലിനെ പിടിക്കാനായി വരുന്നുമുണ്ട്. എന്നാൽ ആ സമയം അവിടെ ആരോ വന്ന് ആ ഗുണ്ടകളെയൊക്കെ അറ്റാക്ക് ചെയ്ത് കൊന്നു കളയുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ ആണ്. ശേഷം ഹീറോ അവിടെ ഒളിച്ചിരിക്കുന്ന അയലിനെ വിളിക്കുകയാണ്. പക്ഷെ പുള്ളിക്കാരി ആളാകെ ഭയത്തിലാണ്. ഹീറോന്റെ നേർക്ക് കത്തി ചൂണ്ടിയിട്ട് അയലിൻ പറയാണ്, നീ ഇവരിൽ ഒരാളാണല്ലേ, നിന്റെ അച്ഛനാണല്ലേ അങ്ങേര്. അപ്പോൾ ഹീറോ അയലിനോട് സത്യാവസ്ഥ പറയുകയാണ്. തന്റെ അച്ഛൻ തന്നെ ചെറുപ്പം മുതലേ ട്രെയിൻ ചെയ്ത് വളർത്തി. പക്ഷെ അദ്ദേഹം എന്നെ പരിശീലിപ്പിച്ചത് വയലൻസ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തെ ഞാൻ എതിർത്തു. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ കൊന്നു കളയാൻ തീരുമാനിച്ചത്. എന്നാൽ ദൈവം എന്നെ ജീവനോടെ നിന്റെ അടുത്തെത്തിച്ചു. നീ കാരണമാണ് ഇപ്പോൾ ഞാൻ ജീവനോടെ നിൽക്കുന്നത്. ഞാൻ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കത്തില്ല. നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താനാണ് ഞാൻ വന്നത്. അപ്പോൾ അയലിൻ ഹീറോയെ കെട്ടിപ്പിടിക്കുകയാണ്. ഇവിടെ മിസ്റ്റർ ലീ അഥവാ നമ്മുടെ ഹീറോന്റെ അച്ഛൻ വന്നതായി കാണാം. തന്നെ ചതിച്ച അഥവാ തന്നെ എതിർത്ത സ്വന്തം മകനെ അദ്ദേഹം തല്ലുകയാണ്. അപ്പോഴൊക്കെ അയലിൻ അത് തടയാനായി ശ്രമിച്ചു. അപ്പോൾ മിസ്റ്റർ ലീ അയലിന്റെ തല പിടിച്ച് ചുമരിൽ അടിക്കുകയാണ്. അയലിന്റെ ബോധം പോയി. സോ കഥയുടെ അവസാനം മിസ്റ്റർ ലീയും അതേപോലെ അദ്ദേഹത്തിന്റെ സ്വന്തം മകൻ അബ്ദിയും തമ്മിലുള്ള ഫൈറ്റ് ആണ്. മിസ്റ്റർ ലീ മകനോട് പറയാണ്, ഞാൻ നിന്റെ അച്ഛനാണ്, നീ എന്നെ അനുസരിക്കണം. പക്ഷെ നീ വെറും ഒരു പട്ടിയാണ്. പക്ഷെ നീയും പട്ടിയും തമ്മിലുള്ള വ്യത്യാസം, പട്ടികൾ അനുസരിക്കും, നീ എന്നാൽ അങ്ങനെയല്ല. വിശ്വാസവഞ്ചന കാണിക്കുന്ന സ്വന്തം അച്ഛന്റെ സാമ്രാജ്യം തകർക്കാൻ നോക്കിയ വഞ്ചകനായ മകനാണ് നീ. അപ്പോൾ ഹീറോ അച്ഛനോട് പറയാണ്, അച്ഛൻ ചെയ്തതൊക്കെ തെറ്റാണ്, വലിയ തെറ്റ്. അച്ഛൻ എന്നോടും തെറ്റ് ചെയ്യാനായി കൽപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ എതിർത്തത്. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ ഒരാൾ മാത്രം ജീവിച്ചാൽ മതി. സോ അവര് തമ്മിലുള്ള ഫൈറ്റ് ആരംഭിച്ചു. അപ്പോൾ ഈ ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേർക്കും സാരമായ പരിക്കുകൾ ഏൽക്കുന്നുണ്ട്. അതേപോലെ രണ്ടുപേരും വിട്ടുകൊടുക്കാനും തയ്യാറല്ല. പക്ഷെ അവസാനം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ മിസ്റ്റർ ലീ തന്റെ മകന്റെ കഴുത്ത് പിടിച്ച് കൊല്ലാനായി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ ഹീറോ തള്ളുകയാണ്. അപ്പോൾ മിസ്റ്റർ ലീ ചെന്ന് വീണത് ഒരു മരക്കഷ്ണത്തിലാണ്. അതായത് അത് അദ്ദേഹത്തിന്റെ വയറ്റിലെ കുത്തിക്കയറി. തന്റെ അച്ഛന്റെ മരണവും തന്റെ കൈകൊണ്ട് ആയതിൽ ഹീറോക്ക് സങ്കടമുണ്ട്. എന്നാൽ ആ സമയം പെട്ടെന്ന് മിസ്റ്റർ ലീ കണ്ണു തുറന്ന് തന്റെ വയറ്റിൽ കുത്തിക്കയറിയ മരക്കഷ്ണത്തിൽ ഹീറോനെയും പിടിച്ച് കുത്താനായി ശ്രമിക്കുകയാണ്. പക്ഷെ അയലിൻ അവിടെ ഓടിയെത്തി ഹീറോനെ പിടിച്ച് വലിച്ച് രക്ഷപ്പെടുത്തി.
ഫൈനലി മിസ്റ്റർ ലീ എന്ന ക്രൂരനായ ഗാങ്സ്റ്റർ മരണപ്പെട്ടു. എന്നാൽ നമ്മുടെ ഹീറോക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹം മരണപ്പെട്ടോ അതോ രക്ഷപ്പെട്ടോ? ഇവിടെ ജക്കാർട്ടയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുന്ന ഐലിനെ കാണാം. അപ്പോൾ പുള്ളിക്കാരി തന്റെ മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഹീറോനെ ചികിത്സിക്കുന്ന മുറിയാണ്. അദ്ദേഹത്തിന് ബോധം വന്നിട്ടില്ല. ഐലിൻ ഹീറോന്റെ അടുത്ത് സങ്കടത്തോടെ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനുള്ള ഒരു ഫോം ഉണ്ട്. അതിൽ ഐലിന് ഹീറോന്റെ യഥാർത്ഥ പേരായ അബ്ദി എന്ന് എഴുതുകയാണ്. ആ പേര് എഴുതിയ ഉടനെ തന്നെ പുള്ളിക്കാരി അത് മായ്ക്കുകയാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ ഹീറോക്ക് ബോധം വന്നു. ഐലിന്റെ കൈ പിടിച്ചിട്ട് ഹീറോ പറയാണ്, എന്റെ പേര് അതിൽ എഴുത്, ഇസ്മായിൽ. അത് കേട്ടപ്പോൾ ഐലിന് ഒരുപാട് സന്തോഷമായി. അതായത് ഹീറോ തന്റെ വയലന്റ് പാസ്റ്റ് വിട്ട് ഇപ്പോൾ പുതിയ ഒരു മനുഷ്യനായിട്ട് ഐലിന്റെ കൂടെ ഇസ്മായിലായി സന്തോഷത്തോടെ ജീവിക്കാനായി പോവുകയാണ്. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ വീഡിയോ കൂടി ക്ലിക്ക് ചെയ്ത് കാണും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.